ഇനി മറ്റു ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. കുവൈത്തിൽ 6-ാം റിംഗ് റോഡിൽ നിന്ന് അൽബിദ റൌണ്ട് എബൌട്ടിലേക്കുള്ള താബോൺ സ്ട്രീറ്റിൽ ഗതാഗത നിയന്ത്രണം. റോഡ് അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഇന്നലെ മുതൽ റോഡ് അടച്ചു. ബഹ്റൈനിലെ പ്രമുഖ യുവജന സംഘടനയായ യൂത്ത് ഇന്ത്യയ്ക്ക് പുതിയ ഭാരവാഹികൾ. 2026-27 കാലയളവിലേക്ക് അജ്മൽ ഷറഫുദ്ദീനെ പ്രസിഡന്റായും സിറാജ് ഹൈദ്രോസിനെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ഭാവി പ്രവർത്തന പദ്ധതികൾക്ക് രൂപം നൽകി ഖത്തർ ഇൻഗാസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി. ഹിലാലിൽ ചേർന്ന ജനറൽ ബോഡി യോഗത്തിലാണ് പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകിയത്. ഇൻഗാസ് യൂത്ത് വിംഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയെ യോഗത്തിൽ പ്രഖ്യാപിച്ചു. ഭാരവാഹികളായി മുഹമ്മദ് അഷ്കറിനെയും ഹബീബ് റഹ്മാൻ അലിയെയും ആഷിഖ് തിയാഡിനെയും തെരഞ്ഞെടുത്തു. വാഴക്കാട് അസോസിയേഷൻ ഖത്തർ വാക്ക് ദിൽ സെവാക്ക് എന്ന പേരിൽ കൾച്ചറൽ മ്യൂസിക് നൈറ്റ് സംഘടിപ്പിച്ചു. ISC പ്രസിഡന്റ് EP അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാക്ക് ട്രസ്റ്റ് അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണോദ്ഘാടനം ഗ്രാൻഡ് മാൾ MD അഷ്റഫ് ചിറക്കൽ നിർവഹിച്ചു. ഖത്തർ അൽഖോർ പ്രവിശ്യയിലെ ബുജ്ലീബ് കോംപ്ലക്സ് മലയാളി കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് KJ സെബാസ്റ്റ്യൻ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മാളിയേക്കൽ ക്രിസ്മസ് സന്ദേശം നൽകി. ബേപ്പൂർ പ്രവാസി അസോസിയേഷൻ ഖത്തർ പുതുവർഷത്തോടനുബന്ധിച്ച് സൗജന്യ യോഗ പരിശീലനവും ആരോഗ്യ മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. വക്ര അൽ ജനൂബ് സ്റ്റേഡിയത്തിലായിരുന്നു പരിപാടി. സംഘടനയുടെ സ്പോർട്സ് വിംഗ് ഉദ്ഘാടനവും നടന്നു. വാഴയൂർ സർവീസ് ഫോറം ഖത്തർ 2026-27 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പുതുവത്സര പരിപാടിയായ ഒരുമ 2025-ലാണ് ഭാരവാഹികൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. റഫീഖ് കാരാടാണ് പ്രസിഡന്റ്, റിയാസ് പുഞ്ചപ്പാടം ജനറൽ സെക്രട്ടറി.